السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവ് നിറഞ്ഞ പണ്ഡിതന്മാരെ, അതുപോലെ ജമാഅത്ത് പ്രസിഡന്റ്, മറ്റുള്ള ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നാട്ടുകാർ, ഉമ്മ പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമുക്ക് നല്ലൊരു വേദിയിൽ നല്ലൊരു സമയത്ത് സമ്മേളിക്കാൻ സാധിച്ചു. അല്ലാഹു നമ്മളിൽ നിന്ന് ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. കുറേ ആൾമാർ പുറത്തുള്ളാറ്, അപ്പൊ പുറത്തുള്ള എല്ലാ ആൾമാരും സദസ്സിൽ വന്നതേക്കണം. ഈ സദസ്സിലെ ചന്ത നിങ്ങായിട്ടിക്കല്. അതുപോലെ കുറെ ആൾമാർ ബാക്ക് വെച്ചിട്ടാണ്. ചില വയസ്സന്മാരെല്ലാം ബാക്കിലുള്ളാറ്, ചിലപ്പോൾ ദൂരത്തെ ചിലപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് ബാക്ക് വെച്ച എല്ലാ ആൾമാരും എതിര് നിങ്ങൾ വേണ്ടിയിട്ട് മുർസല വെച്ചിട്ട് അതിൽ വന്നിട്ട് വെച്ചിട്ട് ഈ സദസ് ഒന്ന് ഭംഗിയാക്കി തരും. അതേപോലെ ഇവിടെയുള്ള കുറച്ചു കാലമുള്ള ജാഗ്രത ബാക്കിലുള്ള ആൾമാരുണ്ടാക്കുന്നു, എതിരെതിർ വന്ന് വെച്ചിട്ട് ഒന്ന് സഹകരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം, സമയം എല്ലാ ആൾമാരും എത്തുന്നു. ഇന്നത്തെ അവസരം ഞങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനവും ആദരവുമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ SSFന്റെ കീഴിൽ സംഘടിപ്പിച്ച മതപ്രഭാഷണം, അതുപോലെ അജ്മീർ മൗലിദ്, അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ നല്ലൊരു വേദി ഈ നാട്ടിൽ സംഘടിപ്പിച്ചത് ചെറിയ SSFിൽ പ്രവർത്തിക്കുന്ന ഓരോ വിദ്യാർത്ഥികളാണ്, ചെറുപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം സന്തോഷം തോന്നുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾ ചോദിക്കും, SSFിൽ കൂടി അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ എന്താണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? അതിന് ഈ ഒരു വേദിയും സദസ്സ് അവർക്ക് മറുപടിയാണ്. ഇന്ന് ചെറിയ മക്കളും ചെറുപ്പക്കാർ, ചെറിയ ബാലക്കാർമാർ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു കളി സംഘടിപ്പിക്കാൻ എനിക്ക് അവസരം, അല്ലെങ്കിൽ വാലിബാൽ, ക്രിക്കറ്റ്, ഹൊണലുകളൊക്കെ ഹത്യ, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യം ഒത്തുകൂടി എനിക്ക് ഒരു സമയത്ത് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരിലുള്ള സദസ്സ്, അതുപോലെ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ബുർദ അല്ലെങ്കിൽ ബുർദ എന്നൊരു സദസ്സ് സംഘടിപ്പിച്ചതിന് ഈ നാട്ടിലുള്ള ഉമ്മ പെങ്ങന്മാരും അതുപോലെയുള്ള രക്ഷിതാക്കൾ സന്തോഷിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് SSF എന്ന് പറയും നമ്മുടെ ചെറിയ കുട്ടികൾ, ഈ കുട്ടികൾ SSFിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾക്കുള്ള ആത്മീയത, അവരെ ആത്മീയ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സംഘടനയാണ്, SSF. അതാണ് ഈ സദസ്സ് നാം കാണുന്നത്. പറയട്ടെ, ഈ സദസ്സിലുള്ള ഓരോരുത്തരും SSFിന്റെ മക്കൾ SSFിൽ പ്രവർത്തിക്കണം. നമ്മുടെ മക്കൾ SSFിൽ കൂടിയാൽ അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരു സദസ്സോടെ സംഘടിപ്പിക്കുന്നതിനായിട്ട്
ഞങ്ങളെ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം അൽഹംദുലില്ലാ അവർക്ക് നല്ല സമ്മതം കൊടുത്തു. അവരെ ഈ വേദിയിൽ ഉണ്ടാക്കാനുള്ള പ്രചോദനം നൽകിയത് ഇവിടെയുള്ള പ്രായമുള്ള ആളുകളാണ്. അതങ്ങ് കേൾക്കുമ്പോൾ വളരെ സന്തോഷപ്പെടുകയാണ്. എത്രയെല്ലാം പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കണമെന്ന് അവിടെ SSFന്റെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചപ്പോ ചിലപ്പോൾ അത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് നടക്കാൻ സമ്മതിക്കാത്ത മഹല്ലുകൾ നമ്മുടെ കർണാടകയിലുണ്ട്, നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലുണ്ട്. പക്ഷേ അതിനെല്ലാം വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അതേപോലെ വന്യരായ പ്രസിഡന്റ് അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഉപദേശം നൽകി അവരെ നല്ലയിലേക്ക് കൊണ്ടുപോകാൻ സപ്പോർട്ടായി നിന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാകുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് 4 ബുറുദാസ് മജ്ലിസ് നടക്കുന്നുണ്ട്. അതുപോലെ ഖോജാ തങ്ങളുടെ പേരിലുള്ള അവിടുത്തെ മദ്ഹ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കും. മഹാനായ ഖോജാ തങ്ങളുടെ പേരിലാണ് ഇതുവരെയും ഇല്ലാത്തൊരു സദസ്സ് നമ്മുടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത്. കാരണം അൽഹംദുലില്ലാഹ് ഞാൻ ദർസ് തുടങ്ങിയത് മുതൽ ഏകദേശം ഒരു 2, 3, 4 മാസം കഴിഞ്ഞ് അന്ന് ഞാൻ ആരംഭിച്ച മജ്ലിസായിരുന്നു ദർസ്. ബഹുമാനപ്പെട്ട ഖോജാ തങ്ങളുടെ പേരിലുള്ള ഒരു മജ്ലിസ്. അത് ആരംഭിക്കാൻ ചില കാരണമുണ്ടായി. പക്ഷേ അതോടുകൂടി എനിക്ക് ഫത്വ എന്ന് കിട്ടിയപ്പോ എല്ലാ മാസം നമ്മുടെ ദർസിൽ വെച്ച് അജ്മീർ മൗലിദ് പാടുന്നു, മജ്ലിസ് സംഘടിപ്പിക്കുന്നു. ഇത് ഞാൻ നമ്മുടെ പ്രസിഡന്റ് വന്യരായ പ്രസിഡന്റ് അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, നമുക്ക് എല്ലാ കാര്യം ഖൈറായി കിട്ടിയത് ഖോജാ തങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഷാദിമാൻ, നമ്മുടെ ഈ ഹാൾ, ഇതിന്റെ ഉദ്ഘാടനം ഇതുവരെ ഇവിടെ നിർവഹിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇന്ന് വന്യരായ പ്രസിഡന്റ് അത് സൂചിപ്പിച്ചു. അവർ നേരത്തെ ഖോജാ തങ്ങളെ അരികിൽ പോയി അവിടെ തവസ്സുൽ ചെയ്ത് ദുആന്ന് പറഞ്ഞു. ഇനി ഷാദി മഹൽ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ നിങ്ങളെ അജ്മീരിലേക്ക് വന്നു ഇൻഷാ അല്ലാഹ് ഇവിടെ പടമൊന്ന് വിരിക്കാമെന്ന് നേരത്തെ കരുതിയിരുന്നു. പക്ഷേ പോവാൻ സാഹചര്യം കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഉദ്ഘാടന കുറച്ച് ഒഴുകി. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് ആ പരിപാടിയും ഇവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖോജാ തങ്ങളെ ബറക്കത്തും മദദും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖോജാ തങ്ങൾ വലിയ മഹാനായ ഖോജാ തങ്ങളുടെ ജീവിതം ചരിത്രം എടുത്തു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ, ആ ഗൗസുൽ ആദം തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ തർജ്ജമ, അവിടുത്തെ മദദ് പറഞ്ഞ ഗ്രന്ഥം നോക്കിയാൽ കാണാം ഖോജാ തങ്ങളുടെ മദദ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളുടെ തഫ്രീജുൽ ഖാത്തിർ തർജ്ജമ അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖോജാ തങ്ങളെ മദദ് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ ലോക കണ്ട വലിയ വലിയായിട്ട് ഗൗസുൽ ആദം തങ്ങൾ, ആ ഗൗസുൽ ആദം തങ്ങള് ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ നടത്തിയ പ്രഖ്യാപനം എന്ത്? മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അതാ മഹാനവർ ചൊല്ലില്ലേ, എല്ലാ മാശായിഖന്മാരുടെ തോളുമേൽ ഏകല്ലരുവാലെ എന്റെ കാലെന്നോ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖബീർ ഇമാമി സഖാഫി ഉസ്താദ് ഞങ്ങളെ സ്റ്റേജിൽ വന്നുകൊണ്ടുണ്ട്. തന്ന
ಕದಿದ ಕಂಠದ ಮೂಲಕ ವೇದಿಕೆಯನ್ನು ನಡಗಿಸುವ ಪಾರಂಪರೆಯನ್ನು ಪಡೆದು ಕೇಳುಗನ ಕಾಲಿನಿಂದ ಹಿಡಿದು ಶರೀರದ ಸರ್ವಾಂಗಗಳನ್ನು ರೋಮಾಂಚನಗೊಳಿಸುವಲ್ಲಿ ಪ್ರಾಪ್ತಿಗೊಂಡ ಗತ್ಯಾಂತರಗೊಂಡ ಯುವಕರಿಗೆ ಗತಾನುಕಾಲಿಕ ವಿಷಯಗಳನ್ನು ಕಡಿಸಿಕೊಳ್ಳುವಲ್ಲಿ ಯಶಸ್ವಿಗೊಂಡ ಪ್ರಭಾಷಣ ಪೀಠದ ಅದ್ಭುತ ಕಬೀರ್ ಹಿಮಾಮಿ ಸಕಾಫಿ ಕಾಸರಗೋಡು ನಮ್ಮಯೊಂದು ವೇದಿಕೆಗೆ ಬಂದು ತಲುಪಿದ್ದಾರೆ. അങ്ങനെ ഗൗസുല്ലാദം തങ്ങളൊരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനമെന്ത്? എല്ലാ മശായിഖന്മാരുടെ തോലുമേൽ ഏകല്ലറുവാല എന്റെ കാലെന്നോ. ലോകത്തുള്ള എല്ലാ മശായിഖന്മാരുടെ പെരടിന് മേലായിട്ടിക്കര് തന്റെ കാലിൽ ചുമട്ടു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം തങ്ങൾ നടത്തിയപ്പോ ബഹുമാനപ്പെട്ട ഹോജ തങ്ങളപ്പ ചെറിയൊരു യുവാവായിട്ട് മഹാനായ ഹോജ തങ്ങള് ചെറിയൊരു പാലക്കാരായിട്ട് ഹോജ തങ്ങൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങളെ ഈ പ്രഖ്യാപനം അത് അല്ലാഹുവിൽ നിന്ന് കശ്ഫിന്റെ വഴിയിൽ മഹാനായ ഗൗസുൽ-ആദം തങ്ങൾക്ക് കിട്ടിയതായിട്ട് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. മഹാനായ ഗൗസുൽ-ആദം തങ്ങൾ എന്തെല്ലാം ചൊല്ലാ അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് സമ്മത കിട്ടിയാൽ പിന്നായിട്ടിക്കര് അവിടെ പ്രഖ്യാപിക്കരുത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപിച്ചപ്പോ എല്ലാ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ടവർക്ക് തലങ്ങനെ താത്തി കൊടുക്കുക. അപ്പോലെ ഭൂമിയിലെ എല്ലാ മാരെല്ലാരും അവർക്ക് തല താത്തി ചാച്ചി കൊടുത്തു. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാർ തല താത്തിച്ചു കൊടുത്തപ്പ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങളെ അങ്ങേറ്റം തിർസപിച്ച് ഒരു മഹാനാണ് ഹോജാ തങ്ങൾ. ആ ഹോജാ തങ്ങ ആ ചെറിയ പ്രായത്തില് മഹാനവരു ഖുറസാൻ ചൊല്ലറായത്ത് ഒരു പർവ്വതത്തെ മേൽ ഒരു ഗുഹയുടെ ഇബാദത്തിലായിട്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വലിയല്ലേ. അല്ലാഹുവിന്റെ വലിയാകുമ്പോ അല്ലാഹു ബഹുമാനപ്പെട്ട ഹോജാ തങ്ങൾക്ക് ഈ പ്രഖ്യാപന കേപ്പാട്ട്. അങ്ങനെ കേട്ടപ്പോ ചെറിയ വയസ്സുള്ള ചെറിയ പ്രായത്തിലുള്ള ഹോജാ തങ്ങൾ അജ്മീർ ഷേഖ് ആ ഖുറസാൻ ചൊല്ല ജാഗയിൽ ഗുഹയുടെ ഉൾഗത്തെ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങളെ പ്രഖ്യാപനം അംഗീകരിച്ചിട്ട് അവിടെ ഇങ്ങനെ തല താത്തിട്ട് കൊടുക്കൂ. ഇത് നോക്കൂ, ചെറിയ വയസ്സിലല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ബഹുമാനപ്പെട്ട ഹോജാ തങ്ങള് തലങ്ങനെ താത്തിയപ്പോ സുബ്ഹാനല്ലാഹ് ഉണ്ട്. ഈ സംഭവം അല്ലാഹു ഹോജാ തങ്ങളെ ഈ അവസ്ഥ തല താത്തിച്ചു കൊടുത്ത അവസ്ഥ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങൾക്ക് അല്ലാഹു കാട്ടിക്കൊടുക്കുക. ഇത് നോക്കൂ, ചിലപ്പോ ഇത് കേട്ടിട്ടിക്കാൻ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങളെ മദ്ഹ് ചൊല്ല ജാഗ്രതായിട്ട് ഈ വിശേഷം ഒന്നുണ്ടല്ലേ. എന്തായിട്ടിക്കര് സുബ്ഹാനല്ലാഹ് ഫമുജറദി തുലാഇഹി അലാ ഹാദൽ ഹംർ ബാദറ ഇലാ തഖദീമിൽ ഇൻഹിനാഇ റഅസിഹി അൻ സായിരിൽ ഔലിയാ. ബാക്കിയുള്ള എല്ലാ ഔലിയാക്കന്മാർ തല താത്രയ്ക്ക് മുന്നോരു ബഹുമാനപ്പെട്ട ഹോജാ തങ്ങളെ തല താത്തിച്ചു കൊടുക്കൂ. ആ ഗൗസുൽ-ആദം തങ്ങളെ അംഗീകരിക്കും. ആ ഒരു അംഗീകാരം മഹാനായ അജ്മീർ ഷേഖ് തങ്ങൾക്ക് ഇത് കണ്ടപ്പോ ഈ ഒരു അവസ്ഥ അല്ലാഹു ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങൾക്ക് കാട്ടിക്കൊടുക്കുക. അങ്ങനെ കാട്ടിക്കൊടുത്തപ്പ ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങൾ ചൊല്ലു ഖാല ഫീ ഹഖ്ഖിഹി ഫീ മജ്മഇ മിനൽ ഔലിയാഇ ഇന്ന വലദ ഗിയാസുദ്ദീനിന്റെ മോനായ ബഹുമാനപ്പെട്ട ഹോജാ തങ്ങൾ എവിടെ ചൊല്ലേ എല്ലാ ഔലിയാക്കന്മാരെ സദസ്സിൽ വെച്ചിട്ടായിട്ടിക്കര് ബഹുമാനപ്പെട്ട ഗൗസുൽ-ആദം തങ്ങൾ ചൊന്നുകൊണ്ടുള്ളേ ഇന്ന വലദ ഗിയാസുദ്ദീൻ. ആ ഹോജാ അജ്മീർ ഷേഖ് അതാ വളഅ റഅസഹു അലൽ അർദ് വഖാല ബൽ അലാ റഅസിഹി. ആ തലയെടുത്തിട്ട് ഭൂമിയുടെ മേൽ വെക്കിട്. ആര് വെക്കിട്? ബഹുമാനപ്പെട്ട ഹോജാ തങ്ങൾ.
എപ്പോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ പ്രഖ്യാപിച്ച ടൈം ഇത്. ആ പ്രഖ്യാപനുണ്ടല്ലേ തന്റെ കാല് ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരെ പെരടിന്റെ മേലായിട്ട് ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ടവർ തല താത്തിട്ട് കൊടുക്കുന്നു. അങ്ങനെ കുടിച്ചപ്പോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ അപ്പൊ ഹോജാ തങ്ങളൊന്നും വയസ്സായിട്ടില്ല, നല്ല ബാലക്കാരായിട്ട്. പക്ഷേ ആത്മീയ ചിന്തയോടെ അള്ളാഹു ഇബാദത്തെടുത്തോണ്ടിന്റെ മഹാനായിട്ട് ഹോജാ. ഇത് കേട്ടപ്പ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ ചൊല്ലു, ഇന്ത്യത്തെ കടിഞ്ഞാണ ഇൻഷാ അല്ലാഹ് ഹോജാ തങ്ങൾ കൊടുക്കുന്നുണ്ടോ ചെന്നിട്ടു അണ്ട് ഈ പ്രഖ്യാപനം നടത്തിയപ്പോ ഔലിയാക്കന്മാരെ സദസ്സിൽ വെച്ചിട്ടായിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങൾ പ്രഖ്യാപിക്കുക. അങ്ങനെ കുറെ വയസ്സല്ലായിട്ട് ഇബാദത്തിനോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങള് ആ തങ്ങളെ സദസ്സിൽ അജ്മീർ ശേഖ് പോയി ചൊല്ലി ആയത്തിനിൽ ഇറാഖ് നക്ക് നിങ്ങൾ ഇറാഖ് തരുന്നു എന്റെ ദീനീ പ്രബോധനം എന്നാണ് ഇറാഖിൽ വെച്ച് നടത്തറ ചെന്നപ്പോ ഗൗസുൽ ആദം തങ്ങൾ ചൊല്ലു ഇറാഖ് ഇമാം സുഹ്റവർദി കൊടുത്തിട്ടായിരുന്നു, ഇമാം സുഹ്റവർദി കൊടുത്തിട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് തറവുള്ളത് ഹിന്ദുസ്ഥാനായിട്ട്. അങ്ങനെ ഹിന്ദുസ്ഥാനത്തെ ഈ കടിഞ്ഞാൻ ബഹുമാനപ്പെട്ട ഹോജാ തങ്ങളുടെ കയ്യിൽ കൊടുക്കൂ. അങ്ങനെ ഹോജാ തങ്ങള് ഈ കടിഞ്ഞാന കയ്യിൽ കിട്ടിയാൽ പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്ത് പോണ്ടു. അവിടെ പോയിട്ട് സമ്മതം കേൾക്കടി. അവിടുത്തെ സമ്മതത്തോട് കൂടെ ആയിട്ട് പിന്നീട് ഹിന്ദുസ്ഥാനായ ഇന്ത്യയിലേക്ക് വണ്ട്. നോക്കൂ, ഹിന്ദുസ്ഥാൻ അണ്ടേ പരിചയമുള്ള കാലായിട്ട് ഈ ഇന്ത്യ അങ്ങനെ കാലത്തിലെ പരിചയമുള്ള കാലായിട്ട്. കാരണം ഇന്ത്യത്തിലെ എത്രയോ ഔലിയാക്കന്മാർ ഇന്നാറ് അങ്ങ് ഇപ്പോഴും ഉള്ളത് ബഹുമാനപ്പെട്ട ഹോജാ തങ്ങളുടെ മുരീദന്മാരായിട്ട്. ഇതിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാജൂർ ഉറൂസിലെ സദസ്സിൽ വെച്ച് ചൊന്നില്ലേ, ഇവിടെയുള്ള ഔലിയാക്കന്മാരും അതുപോലെ ഈ പരിസരത്തുള്ള ഭാഗത്തുള്ള ഔലിയാക്കന്മാരെല്ലാരും ഹോജാ തങ്ങളുടെ മുരീദന്മാരായിട്ട് ചെന്നിട്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ സദസ്സിൽ വെച്ച് ചൊല്ലു, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആലിമീങ്ങളെ ഔലിയാക്കന്മാരെ സ്മരിക്കും. അങ്ങനെ സ്മരിക്കുമ്പോ അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കണം. അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഹോജാ തങ്ങളുടെ മദദ് നമ്മുടെ കബീർ ഉസ്താദ് ഇൻഷാ അല്ലാഹ് ചൊല്ലുകൊണ്ട് സുദീർഘമായി ചൊല്ലുമെന്ന് ഉദ്ദേശിക്കില്ല. അതേപോലെ ഈ സദസ്സിൽ നടക്കുള്ളത് ബുറുദ, അതുപോലെ രോഗശമനം, രോഗത്തുകൾ മരുന്നായിട്ട് ആ ബൈത്ത്, അല്ലെങ്കിൽ ബുറുദ പുതപ്പ്, ബെഡ്ഷീറ്റ് പുതപ്പ് ചൊല്ലൊരു അർത്ഥമാണ് എനിക്ക് വാക്കായിട്ട് ബുറുദ. ഇമാമുന ബുസീരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബുസൂരി ഇമാം, മഹാനായ ബൂസൂരി ഇമാം എഴുതിയ ബൈത്ത് ആ ബുറുദ അത് മരിക്കുന്ന സമയത്ത് മരിച്ച ആൽമാർ മരിച്ച ഔത്തരമുട്ട അല്ലെങ്കിൽ മരിക്കുന്ന സദസ്സിൽ ആ മരിച്ച സദസ്സിലെല്ലാം ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ തങ്ങൾ ബുർദത്തെ മഹത്വം ചെന്നോട് ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിക്കരുത് ചൊന്നെങ്കിൽ മരിക്കുന്ന സദസ്സിൽ പോലും ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എഴുതിയ ബുർദരെ ആ പാടിക്കൊണ്ടിരുന്നാർ. അത്ര മഹത്വം ബുർദ കൊണ്ട് കിതാബിലെല്ലാം കാണ്ട് മശ്രിക്കും മഗ്രിബാദത്തിൽ രണ്ട് ബൈത്ത് നല്ലോണം പാടാറുണ്ട്. ഏത് ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എഴുതിയ ബുർദ ഖവാഖിബുത് ദുർരിയ, പിന്നൊന്ന് ഹംസിയ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു എഴുതിയ ഹംസിയ ഒരു ബൈത്ത് ബാരമുണ്ട്. ഇതെല്ലാം ബലാ മുസീബത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഓതിക്കൊണ്ടിരുന്നാർ. കാരണം ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രോഗബന്ധ സമയത്തിൽ ആ രോഗബന്ധ ആ സമയത്തിൽ ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാം അതാ ഈ ഒരു മരുന്ന് പോലും ഉപകരിച്ചില്ല. അങ്ങനെ ഉപകരിക്കാണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് എന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ മദ്ഹ് എത്തിയപ്പോ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ആ ശറഫാകപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞപ്പോ എല്ലാ രോഗവും ശിഫായി. അതുകൊണ്ടായിട്ട് അതിക്ക് ബുർദാ. അല്ലെങ്കിൽ ചില ആൾമാർ ചൊന്നാറ് ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബൂസൂരി തങ്ങൾക്ക് ഒരു വിരിപ്പിങ്ങനെ പിരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ആ പേര് പറവൂ കാരണം. അപ്പൊ വലിയൊരു മഹത്വമുള്ളതായിട്ട് ബുർദ പാട്ട് സാധാരണ പാട്ട് പോലല്ല. ഇമാമിങ് അതിന് ഷർത്തല്ല ചൊന്നത്. ഒരു ബുർദ പാടുമ്പോൾ കിബിലാക്ക് മുന്നിടണു, അതുപോലെ ഉദൂഹ് വേണം, നല്ല പാട്ട് രൂപത്തിലെ പാടണം, ഓജൻ ബോധിയറ അതിന് ഷർത്തായിട്ട് ആമുഖത്തിൽ 10 ഷർത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് നാളെ ബുർദ സദസ്സ് ഇൻഷാ അല്ലാഹ് നടക്കട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആൾമാരും ഇനിയും വരാത്ത ആൾമാർക്കെല്ലാറ്റും ചെന്നിട്ട് ഈ സദസ്സ് ഇന്നത്തതും അതുപോലെ നാളത്തെ സദസ്സ് ധന്യമാക്കണു. പുറത്തുള്ള എല്ലാ ആൾമാരും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സദസ്സിൽ വന്ന് ദയിക്കണു. ബഹുമാനപ്പെട്ട ഞങ്ങളെ കബീർ ഉസ്താദ് വേണ്ടതുപോലെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഖവാജ തങ്ങളെ മദദും അതുപോലെ ദീനിനുള്ള എല്ലാ വിഷയം ഇൻഷാ അല്ലാഹ് നല്ലൊരു വഅദ് ഇൻഷാ അല്ലാഹ് നടത്തരു. അതുകൊണ്ട് സദസ്സെല്ലാവരും നല്ല നിലക്ക് ഭംഗിയാക്കണം. മക്കൾ അഞ്ഞ പുറത്ത് പറയുള്ള ഓടിക്കൊണ്ടിരിക്കരുത്. ഈ സമയത്ത് പ്രത്യേകിച്ച് നല്ലതല്ല. അതുകൊണ്ട് ആൾമാരെല്ലാം ആറഞ്ചഞ്ഞ മക്കൾ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ സദസ്സിൽ ദയിപ്പാട്ടണം. കാരണം ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നത്തെ പൊസിഷൻ എല്ലാവരും ഒത്തുള്ളത് കൊണ്ട് ഈ കാര്യമെല്ലാം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് എന്റെ കർത്തവ്യം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാചകത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.